ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവനും അഞ്ജുവും കൂടി നിന്ന് ബാലനോട് ശിവൻ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ബാലേട്ടനോട് ശിവേട്ടൻ അങ്ങനെ പറഞ്ഞത് ബാലേട്ടന് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്നുള്ള കാര്യം അഞ്ജു പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തു പറയണമായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഈ സാധന വീടിനെ പറ്റിയും അതുപോലെ ഇത് പിരിയുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അഞ്ജു ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്ന സമയത്താണ് നമ്മുടെ അപ്പു ഹരിയോട് ദേഷ്യപ്പെടുന്നത്. നീ എന്ത് ഭാവിച്ചാ ബാലേട്ടന് വാക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എന്താ എത്ര തെറ്റ് പറഞ്ഞത്? കണ്ണന് കൊടുക്കേണ്ട ഷെയർ കൊടുക്കാൻ തന്നെ എനിക്ക് പറയാൻ പറ്റൂ, അല്ലാതെ അത് കൊടുക്കേണ്ടെന്ന് പറയാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ഹരി ചോദിച്ചു. പക്ഷെ ബാലേട്ടനോട് പറയും മുൻപേ നീ എന്നെക്കുറിച്ച് ഓർത്തോ, നമ്മുടെ മോളെക്കുറിച്ച് ഓർത്തോ എന്ന് അപ്പു അന്നേരം ചോദിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു വാടക വീടെടുത്ത് താമസിക്കാനുള്ളൊരു വരുമാനം പോലും ഇല്ലാത്ത നീ എങ്ങനെ 3 പേര് അടങ്ങുന്ന ഒരു കുടുംബം പോറ്റു എന്ന് ചിന്തിച്ചോ? പക്ഷേ നമ്മളിവിടെ നിന്ന് വെറും കൈയോടെയൊന്നും അല്ലല്ലോ അപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. 4 ഭാഗം ഷെയർ നമുക്കും കിട്ടില്ലേ? അതുകൊണ്ട് നീ എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഇപ്പോഴും നല്ല ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന കിട്ടിയ ഷെയറും വെച്ച് ഒരു തീരുമാനം എടുക്കാനോ അത് നമ്മുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനോ നിനക്ക് കഴിയും എന്നുള്ള യാതൊരു വിശ്വാസവും എനിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ ആ ഷെയർ കിട്ടിയ തുക തീരുന്നത് വരെ ജീവിക്കാമെന്നുള്ളതല്ലാതെ നിന്നെ കൊണ്ട് മറ്റൊന്നും നടക്കില്ലെന്നും അപ്പോൾ തറപ്പിച്ച് ഹരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് എന്നെ പോലെ മറ്റാർക്കും അറിയില്ല എന്നും അപ്പു പറഞ്ഞു. നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിൽ നല്ലൊരു ജോലി കിട്ടിയിട്ടും ഭാര്യയും മോളെയും വിട്ട് ആ ജോലിക്ക് പോകാനുള്ള ആത്മവിശ്വാസം പോലും ഇല്ലാത്ത നിന്നോടൊപ്പം ഈ വീട് വിട്ടിറങ്ങാൻ എനിക്ക് ധൈര്യമില്ല ഹരി. അപ്പോൾ അത് വേണ്ട ഹരി. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ന്യായം പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് നീ കരുതണ്ട. ഈ സാഹചര്യം അത് എങ്ങനെയെങ്കിലും നീ മാറ്റി പറഞ്ഞിരിക്കണം. കണ്ണൻ്റെ ഷെയർ കൊടുത്ത് അവനെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചാൽ തന്നെ അതിനുള്ള ഷെയർ കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഈ വീട് ഭാഗം വയ്ക്കാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ലെന്നുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ അപ്പു അങ്ങ് പോയി. അങ്ങനെ ഭദ്രകാളിയെപ്പോലെ ശരിക്കും പറഞ്ഞാൽ ഉറഞ്ഞു തുള്ളുകയാണ് നമ്മുടെ അപ്പു ഇപ്പോൾ സാന്ത്വനം കുടുംബത്തിൽ. തൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ അതും പറഞ്ഞ് അപ്പു അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഹരി ഇങ്ങനെ അമ്പരപ്പോടു കൂടി ഇങ്ങനെ ആലോചനയുമായിട്ട് നിൽക്കുക, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹരി പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതേ സമയത്ത് എല്ലാവരും കൂടി അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അപ്പു കടന്നു വരുന്നത്. അങ്ങനെ ബാക്കിയുള്ളവരൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബാലൻ ശിവനോടും അഞ്ജുവിനോടും ചോദിച്ചു. ആ സമയത്ത് അവർ വരുമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. പിന്നെ അമ്മാമ്മയോടും അമ്മായിയോടും ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു എന്ന് ബാലൻ അന്നേരം ഇവരോട് 2 പേരോടുമായിട്ട് ചോദിക്കുക കേട്ടോ. അവൻ അവകാശപ്പെട്ട ഷെയർ കൊടുക്കണ്ട എന്നുള്ള എതിരഭിപ്രായം ഇവിടെ ആർക്കും ഇല്ല ബാലേട്ട. പക്ഷേ അത് കണ്ണൻ പറയുന്നത് പോലെ സാന്ത്വനം വീട് പണ്ട് എഴുതിച്ച പ്രമാണപ്രകാരം അവൻ്റെ പേരിൽ മാത്രം എഴുതി കൊടുക്കാൻ പറയുന്നതിനോട് ആർക്കും യോജിപ്പില്ലെന്നുള്ള കാര്യം പറഞ്ഞു ശിവൻ. ഭാഗം വയ്ക്കുകയാണെങ്കിൽ അമ്മയുടെ വിൽപ്പത്രപ്രകാരം എഴുതി വെച്ചിട്ടുള്ളതുപോലെ 4 ഭാഗിച്ചിട്ട് അതിൽ അവൻ്റെ അവകാശം എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല എന്ന് നമ്മുടെ ശിവൻ അന്നേരം പറഞ്ഞു. പക്ഷേ അതോടെ തകരാൻ പോകുന്നത് ഈ സാന്ത്വനം കുടുംബമായിരിക്കും. നമ്മുടെ അഞ്ജു അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക, ഈ ഒത്തൊരുമയും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നും അഞ്ജു ഇങ്ങനെ സങ്കടത്തോടെ ഇരുന്ന് പറഞ്ഞു. അതോർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സങ്കടം എനിക്കുണ്ട്, പക്ഷേ അതെല്ലാവർക്കും തോന്നണ്ടേന്ന് ബാലൻ അന്നേരം പറയാം. നേരത്തേക്കും കണ്ണൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. കണ്ണൻ ഇതൊന്നും ബാധകമേ അല്ല എന്നുള്ളൊരു മട്ടിലാണ്. കണ്ണൻ വന്നു, കൈ കഴുകി, ഒന്നും അല്ലാത്തതുപോലെ ആരും അല്ല, ഏതാണ്ട് ഹോട്ടലിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് പോലെ അങ്ങനെ വന്ന് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവരെല്ലാവരും സങ്കടത്തോടെ കണ്ണനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഇവരോട് ആരോടൊന്നും മിണ്ടുന്ന പോലുമില്ല. അങ്ങനെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൻ. അപ്പോഴേക്കും വന്നു നമ്മുടെ അപ്പു. നീ ആരാന്നാ നിൻ്റെ വിചാരമെന്നും ചോദിച്ച്, നീ എന്താ പറഞ്ഞതെന്നും ചോദിച്ച്, എനിക്ക് സ്വത്തൊന്നും വേണ്ട, വല്യേട്ടൻ്റെയും വല്യേട്ടത്തിയുടെ സ്നേഹം മാത്രം മതിയെന്നും പറഞ്ഞ് ബാലേട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞവനല്ലേ നിങ്ങളുടെ ഈ പുന്നാരെ അനിയൻ എന്ന് അപ്പു വന്ന് ഇവരോട് 2 പേരോടും ചോദിക്കുക. എന്നിട്ടിപ്പം ഈ വീട് 4 പിച്ച് ചീന്തി അവകാശം ചോദിക്കാൻ എന്തെങ്കിലും മനസാക്ഷി കുത്തുണ്ടായി ഇവന്? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പു ഇങ്ങനെ ഇവൻ്റെ മുഖത്ത് നോക്കി പറയണം. അപ്പോഴേക്ക് ഹരിയും വന്നു. ഇത് കേട്ടോണ്ട് നിൽക്കുക. അതുകൊണ്ട് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്നും പറഞ്ഞ് ഹരി തടഞ്ഞപ്പോൾ അപ്പു പറയുക, ഇവനിപ്പോഴും കിട്ടിയ ജോലിക്ക് പോയി സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും പുലർത്തണമെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഹരിയെക്കുറിച്ച് അപ്പോൾ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ദേവിയും ബാലനും പിന്നെ ഒന്നും മിണ്ടുന്നില്ല, ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ. കണ്ണാ
നിന്റെ ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഏട്ടൻ ഇന്ന് ഒറ്റാന്തടിയായ ഒരു വ്യക്തി അല്ലെന്നും 5 വയസ്സായ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണെന്നും അപ്പു പറഞ്ഞു. ഒരു കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവനാ. ഈ സാന്ത്വനം വീട് വെട്ടിമുറിച്ച ഞങ്ങൾ 5 വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്ക് പോകുമെന്നും 4-1 ഷെയർ കിട്ടിയാൽ ഒരു വീട് വെക്കാനോ ഒരു ഫ്ലാറ്റ് വാങ്ങാനോ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പു. അപ്പോഴെല്ലാം ബാലനും അതുപോലെ ദേവിയും ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് ബാലേട്ടനോട് എനിക്കൊന്നേ പറയാനുള്ളൂ എന്ന് അപ്പു പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു പരിഹാരം കണ്ടിട്ടെ വെട്ടാനും മുറിക്കാനും ഷെയർ തിരിക്കാനും ഒക്കെ ഞാൻ അനുവദിക്കൂ എന്നുള്ള കാര്യം അപ്പു പറയാം. അപ്പോഴേക്കും കണ്ണൻ്റെ ഭാവം അങ്ങ് മാറി. അങ്ങനെ പറയാനുള്ളത് പറഞ്ഞിട്ട് അപ്പു അങ്ങ് പോയപ്പോൾ, അപ്പു നീ ഇത് എങ്ങോട്ടേ പോകുന്നേ, വന്നിരുന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു ദേവി. അപ്പോൾ എനിക്ക് വേണ്ട ദേവേടത്തി, അമ്മയെടുത്തിയെന്നും വിളിച്ച് ഇത്തിരി പോകുന്ന പ്രായം മുതൽ ദേവേടത്തിയുടെ സാരിയെ തൂങ്ങി പിന്നാലെ നടന്നിരുന്ന ഇളയപുത്രൻ ഇരിപ്പുണ്ടല്ലോ, അവന് കൊടുക്കാൻ പറഞ്ഞു. അനിയനായിട്ടല്ല, സ്വന്തം മോനായിട്ട് കണ്ട കുളിപ്പിച്ച് മുടിചീക്കി കൊടുത്തും യൂണിഫോം ഇടിയിപ്പിച്ച് ചോറ് വാരി കൊടുത്ത് ഊട്ടി വളർത്തിയ പുന്നാരപുത്രൻ അല്ലേ. അപ്പോഴും കണ്ണനൊന്നും മിണ്ടുന്നില്ല. കണ്ണൻ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവനങ്ങ് വിളമ്പി കൊടുത്താൽ മതി, എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് എല്ലാവരെയും വെട്ടുമുറിക്കാനുള്ള കുറെ കൂടി ശക്തി കിട്ടട്ടെ ഇവനെന്നും പറഞ്ഞു നമ്മുടെ അപ്പു. അങ്ങനെ ആ കുടുംബത്തിൻ്റെ സമാധാനം ഇഞ്ചിഞ്ചായി ഇങ്ങനെ പൊഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പു അവിടെ നിന്ന് പോയി. അന്നേരത്തേക്കും സങ്കടപ്പെട്ട് കണ്ണൻ ഇങ്ങനെ ഇരിക്കുന്നു. കണ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, ഹരി പോയി, എല്ലാവരും ആ അത്താഴത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുക. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവി മുറിയിൽ പോയിരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു. താനെന്താ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിച്ച്. അന്നേരം അവിടെ നിന്നാലേ ചിലപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയേനെന്ന് ദേവി ബാലനോട് പറയുക. അപ്പോൾ ഹൃദയം പൊട്ടിയാ ചോദിച്ചത്, ഈ വീട് 4 വീതം വെച്ചാൽ പിന്നെ അവരെങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം. ഈ കുടുംബത്തിൻ്റെ അന്തസ്സവും അഭിമാനവും കാക്കാൻ വേണ്ടി അവളെ കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ അവളുടെ ഡാഡിയെ പോലും വിട്ട് അമരാവതിയുടെ പടി ചവിട്ടില്ല എന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോന്നതല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു. അഞ്ജുവിനും ശിവനും ഇവിടെ നിന്ന് ഇറങ്ങിയാലും പ്രശ്നമില്ല, ചെന്ന് കയറാൻ ചന്ദ്രോത്ത് തറവാടുണ്ട്. പക്ഷേ അവരുടെ കാര്യം എന്താകും? സന്തോഷത്തോടെ തീരുമാനിക്കാൻ ശങ്കരമാമിയും സാവിത്രി അമ്മായിയും കാത്തു നിൽക്കുകയും ചെയ്യും. അതുപോലെ നമ്മളെങ്ങോട്ട് പോകുമെന്നൊക്കെ ചോദിച്ചു നമ്മുടെ ദേവി. അത് കേട്ടപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഇതിനെ മുന്നേ എത്രയോ തവണ ആലോചിച്ചതാ ദേവി. എല്ലാം വിട്ട് ഈ സാന്ത്വനം വിട്ട് ഒരിക്കൽ ഇറങ്ങാൻ തീരുമാനിച്ചവരല്ലേ നമ്മൾ. പക്ഷേ കൂടപ്പറപ്പുകൾ 3 പേരും പോകാൻ അനുവദിക്കാതെ നമ്മളിവിടെ പിടിച്ചു നിർത്തിയതല്ലേ എന്ന് ചോദിച്ചപ്പം അതേ കൂടപ്പറപ്പുകളിൽ ഒരാൾ തന്നെയാണ് ഇന്ന് നമ്മളെ എല്ലാവരെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സു പറയുന്നത് ഇത്രയൊക്കെ വാശി പിടിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഈ കുടുംബം പിരിക്കാൻ കണ്ണൻ തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ ദേവി. അപ്പോൾ തൻ്റെ മനസ്സ് പറയുന്നത് സത്യമാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് ബാലനും പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അപ്പു മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഹരി ദേഷ്യപ്പെട്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്ത് പരിപാടി അപ്പു കാണിച്ച? നീ എന്തിനാ അവിടെ ചെന്ന് ഇങ്ങനെ സംസാരിച്ചത്? നീ ഇതുപോലെ സംസാരിച്ചത് കൊണ്ട് എൻ്റെ വാക്കിന് എന്ത് വിലയാ ഉണ്ടായതെന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഈ സാന്ത്വനം വീട് വിട്ട് ഇറങ്ങില്ല എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കാരണം ജീവിതത്തോട് ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത നിന്റെ സ്വഭാവം തന്നെയാണ് ഹരിയെന്നും പറഞ്ഞ് അപ്പു ദേഷ്യപ്പെട്ടു. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആത്മധൈര്യം എന്ന് പറയുന്നത് ഏതു പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാൻ സ്വന്തം ഭർത്താവിന് കഴിയും എന്നുള്ള അവളുടെ വിശ്വാസമാണ്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വിശ്വാസം തോന്നിപ്പിക്കത്തക്ക വിധം ഒരു പെരുമാറ്റവും നിന്നിൽ നിന്ന് ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഹരി. ഉണ്ടോയെന്ന് നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു അപ്പു. നമ്മൾ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയ നാൾ മുതൽ നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി എല്ലാ റിസ്കുകൾ എടുത്തതും ഞാൻ മാത്രമാ. നിനക്കൊന്നിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്നീ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വരെ നിൽക്കുമ്പോഴും ഇതിലെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞാനാ, അല്ലാതെ നീ ഒന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് അപ്പു കഴിഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ ചങ്ക് പൊട്ടി കരയാം. നിനക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു. എൻ്റെ കുടുംബം പോലും വേണ്ടെന്ന് വെച്ചു. നിന്നെ എല്ലാവരുടെയും മുന്നിൽ ആളാക്കാൻ വേണ്ടി എൻ്റെ കുടുംബത്തിലുള്ളവരെ പോലും ഞാൻ തള്ളിക്കളഞ്ഞു. എൻ്റെ ഡാഡിയെയും മമ്മിയെയും എല്ലാവരെയും ഞാൻ ആട്ടി ഓടിച്ചു. ഇത്ര പോയാൽ ഞാൻ നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിട്ടും ഇപ്പം നിൻ്റെ അഭിമാനം ഞാൻ തകർത്തു എന്ന് നീ പറയുന്നു. നിനക്ക് എങ്ങനെ കഴിയുന്നു ഹരി അത് പറയാനെന്നൊക്കെ അപ്പോൾ ചോദിക്കുവാണേ. ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞത് ഈ കുടുംബത്തെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയതുകൊണ്ടാണ് ഹരി എന്ന് നമ്മുടെ അപ്പു പറയുക.
ഇവിടെ നിന്ന് ഇറങ്ങിയാലേ എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോകുമെന്ന് ഓർത്തപ്പോൾ എനിക്ക് സഹിക്കില്ല, എനിക്ക് നെഞ്ചു പൊട്ടിപ്പോയതുകൊണ്ടാടാന്നും പറഞ്ഞു വാ വിട്ട് നമ്മുടെ അപ്പു ഇങ്ങനെ കരയണു. ഇത് കണ്ട് ഹരി നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നിൽക്കുക. ഹരിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹരിയാണെങ്കിൽ ആളാകാൻ വേണ്ടി ആദ്യം കയറി വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് കഴിയണമെന്നുള്ളൊരു ആവശ്യത്തിൽ കണ്ണനും. അങ്ങനെ സന്തോഷത്തോടു കൂടി ഉണ്ടായിരുന്ന ആ ഒരു കുടുംബം ഇപ്പോൾ ഒരു മൂകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി. അങ്ങനെ ആ ഒരു സംഭവത്തിൻ്റെ ശേഷം നമ്മുടെ ദേവി ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഈ കുടുംബം നാല് വഴിക്ക് ആക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരയുക ദേവി. പരിസരം പോലും മറന്ന് ബാലൻ അങ്ങോട്ടേക്ക് കയറി വന്നു. പക്ഷെ ഇതൊന്നും ദേവി അറിയുന്നില്ല. അപ്പോൾ ദേവി വിങ്ങിപ്പൊട്ടി പറഞ്ഞ് കരയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മുടെ ബാലൻ്റെ നെഞ്ചും ഇങ്ങനെ പിടയ്ക്കുക കേട്ടോ. അപ്പോൾ ദേവി എന്താടോ ഇത് എന്നിങ്ങനെ നേരം ചോദിച്ചു നമ്മുടെ ബാലൻ. കണ്ണ് തുറന്ന് കണ്ണുനീരൊക്കെ തുടച്ച് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുക. ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഞാൻ ഭഗവാനോട് പറയുകയായിരുന്നു എന്ന് ദേവി അന്നേരം പറഞ്ഞു. അപ്പോൾ താൻ സമാധാനമായിട്ടിരിക്കെ, എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നവനല്ലേ ഭഗവാൻ, നമ്മളെ കൈവിട്ട് കളയുകയില്ല എന്ന് പറഞ്ഞു. താൻ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു എന്നും പറഞ്ഞ് ദേവി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ കരയുക. എന്തായി ബാലേട്ടൻ എത്ര നേരത്തെ ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ 1-2 കാലത്ത് തന്നെ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞു ബാലൻ. ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങിക്കോ, പോണ കാര്യം നടക്കും, ഇനി ചായ എടുക്കാവെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണേ ദേവി. അപ്പോൾ ബാലൻ അതുപോലെ തന്നെ ഭഗവാന്റെ മുന്നിൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അപ്പു ഹോളിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ആരുമില്ലാതെ കണ്ണൻ മാത്രം അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ അപ്പുവിന് സഹിച്ചില്ല. അപ്പു ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. എന്നെ കണ്ടിട്ടാണ് കൊച്ചടുത്ത് തിരിഞ്ഞ് നടന്നതെങ്കിൽ അത് വേണ്ട എന്ന് കണ്ണൻ അന്നേരം പറഞ്ഞു. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല, പിന്നെ ആരുടെ അവകാശം തട്ടിപ്പറിക്കാനോ ഉദ്ദേശമില്ല. എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ചോദിച്ചതെന്ന് കണ്ണൻ. അല്ലാതെ ആരുടെയും അവകാശം വെട്ടിമുറിച്ച് തരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് കണ്ണൻ പറഞ്ഞപ്പോഴേക്കും അപ്പോൾ അങ്ങ് ചെന്നു. നീ ആവശ്യപ്പെട്ടത് അത് തന്നെയാടാ. നീ നിന്റെ അവകാശം മാത്രമായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നിനക്ക് വേണ്ടി അത് വീതം വയ്ക്കുമ്പോൾ വെട്ടിമുറിക്കപ്പെടാൻ പോകുന്നത് വീടോ പുരയിടോ മാത്രമല്ല, ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് കരുതി ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മ കൂടിയാണ്, ഓരോരുത്തരുടെയും മനസ്സ് കൂടിയാണെന്നും അത് മറക്കരുത് നീ എന്നും നമ്മുടെ അപ്പു പറഞ്ഞു. ഓ എങ്കിൽ വെട്ടിമുറിക്കൊന്നും വേണ്ട. 3 ഏട്ടന്മാരും കൂടി എനിക്ക് അർഹതപ്പെട്ട സ്വത്തിന് ന്യായമായൊരു വിലയിട്ട് ആ ക്യാഷിങ് തന്നാൽ മതിയെന്ന് കണ്ണൻ. ഞാൻ പൊക്കോളാം. അതിനുള്ള അത്രയും ക്യാഷ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലേ അതെപ്പോഴേ നിൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് തന്നിട്ട് നിന്നെ കൊണ്ട് മുദ്ര പേപ്പറിൽ ഒപ്പുവെപ്പിച്ച് വാങ്ങിച്ചേനെ ഞങ്ങളെന്ന് അപ്പു. കൊച്ചടുത്തേക്ക് എന്താ അതിന് ബുദ്ധിമുട്ട്? അമരാവതിയിൽ നിന്ന് കിട്ടാനുള്ള ഷെയർ എന്ന് ചോദിച്ചാൽ തമ്പി സാറ് തരാൻ അതിനൊരു മടിയും കാണിക്കില്ലെന്നതേ നമ്മുടെ അപ്പുവിൻ്റെ മുഖത്ത് നോക്കി കണ്ണൻ. പക്ഷേ ദുരഭിമാനം വെച്ചുകൊണ്ടിരുന്നാലൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊക്കെയല്ല. ചീപ്പ് സെൻറ്റിമെൻറ്റ്സും വെച്ചുകൊണ്ടിരിക്കാതെ കുറച്ചൊക്കെ പ്രാക്ടിക്കലോടാകാൻ പറ ഹരിയേട്ടനോട്. നിനക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരിക്കും. അതെന്താണെന്നറിയോ? പരസ്പര സ്നേഹവും നന്ദിയും കടപ്പാട് എന്നൊക്കെ പറയുന്നത് നിനക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നിനക്ക് എന്തും പറയാം. ഉണ്ടായിരുന്നു നിനക്ക്. പക്ഷേ നീ എന്ന് ചെന്നൈക്ക് വണ്ടി കയറിയോ അന്ന് അതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അപ്പു പറഞ്ഞു. ഇപ്പോൾ ആ നഷ്ടത്തിൻ്റെ വില നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ ഒരിക്കലത് മനസ്സിലാകും. അന്ന് പക്ഷേ ഒന്നും തിരിച്ചു നേടാൻ കഴിഞ്ഞൊന്നും വരില്ല എന്ന് പറഞ്ഞു നമ്മുടെ അപ്പു. അന്നേരത്തേക്കും ദേവി വന്നിട്ട് മതി, കുറേ നേരമായി തമ്മിലുള്ള വഴക്കും പോരുവിളിയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്, കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്താ ഇത്? ആരോടാ തർക്കിക്കുന്നതെന്ന് പോലുള്ള തിരിച്ചറിവില്ലാണ്ടായി പോയല്ലോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ദേവി സങ്കടപ്പെടുക. ഈ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഇങ്ങനെയുള്ള സംസാരമൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് നമ്മുടെ ദേവി അന്നേരം പറഞ്ഞു. അങ്ങനെ കണ്ണനെ അവിടെ അതിനകത്തിട്ട് വലിച്ച് കീറുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പു. കുടുംബം തകർക്കാൻ വന്നതിൻ്റെ പേരിൽ അങ്ങനെ സങ്കടപ്പെട്ടതേ നമ്മുടെ അപ്പു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴും കണ്ണൻ ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നു. നീ ആരോടാ കണ്ണ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിച്ചു അഞ്ചു. എന്താടാ സ്വബോധം നഷ്ടപ്പെട്ടു പോയോ നിനക്കെന്നും അഞ്ചുവിനോട് ചോദിക്കുക. ഏതോ അന്യയോട് സംസാരിക്കുന്നത് പോലെ അപ്പുവിനോട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നിങ്ങനെ അഞ്ചു ചോദിച്ചപ്പം ഒന്നും മിണ്ടാതെ കണ്ണനും അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. അങ്ങനെ ആ ഒരു സങ്കടത്തിൻ്റെ ആ ഒരു ആഴം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദേവി നെഞ്ചു പൊട്ടി അവിടെ ഇങ്ങനെ കരയുന്നു. അഞ്ചു തൊട്ടരികിൽ നിന്നിങ്ങനെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷമായിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.